നമ്മുടെയൊക്കെ ഈ തിരക്കിട്ട ജീവിതത്തിൽ സമയക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നമല്ലേ. എന്നാൽ നമ്മുടെ സമയത്തിന് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ തന്നെ അതും കുറഞ്ഞ ഫീസ് നിരക്കിൽ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസും അതോടൊപ്പം തന്നെ നിരവധി കോഴ്സുകളും പഠിക്കാൻ പറ്റിയാലോ. എന്നാൽ അങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു 10th ഗ്രാജുവേറ്റ് ആണോ, അല്ലെങ്കിൽ +2 പഠനം കഴിഞ്ഞിട്ടിരിക്കുന്നവരാണോ, ഇനി അതുമല്ല ഡിഗ്രി കംപ്ലീറ്റഡ് ആണോ? എന്നാലും നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്തതാണ്. ഇതിൽ നമ്മൾ പലർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സമയക്കുറവ് മൂലവും അഥവാ ഭാരിച്ച ഫീസ് നമുക്ക് നൽകാൻ പറ്റാത്തതിലൂടെയും ഒക്കെ നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പുറകോട്ട് വരുന്നുണ്ട്. സോ ഇനി അങ്ങനെ വിഷമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇനി ഒട്ടും ടെൻഷൻ ആവണ്ട. നമ്മുടെ ആറ്റിങ്ങലുള്ള IT കേരള പ്രൊജക്ട് ട്രെയിനിങ് സെന്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോന്നോളൂ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആറ്റിങ്ങലുള്ള IT കേരള പ്രൊജക്ട് സെന്ററിലാണ്. സോ അവിടുത്തെ അക്കാഡമിക് ഹെഡായിട്ടുള്ള അശ്വതി മാമാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. മാം വെൽക്കം. അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻസ്? ഒരു സ്റ്റുഡൻറ്റ് ഒരു 10th അല്ലെങ്കിൽ ഒരു +2 പാസ് ഔട്ട് ആയിട്ട് വരുമ്പോൾ എന്താണ് അവർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്? അതായത് നമുക്ക് 10th ക്ലാസ് +2 ഡിഗ്രി ലെവൽ ഗ്രാജുവേഷനുള്ള കുട്ടികൾക്ക് വരെ നമ്മളിവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ DCA PGDCA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്കാണ് എടുക്കുന്നത്. അതുപോലെ 10th ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കായിട്ട് നമുക്ക് DCA കോഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ TTC, അക്കൗണ്ടിങ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര നാളായിരിക്കും ഈ കോഴ്സസിനൊക്കെ ഡ്യൂറേഷൻ വരുന്നത്? 1 വർഷം മുതൽ 6 മാസം ഉള്ള കോഴ്സുകളുണ്ട്, 3 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊരു കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റുമായിട്ട് ലിങ്ക് ആയിട്ട് ഇവിടെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ ആറ്റിങ്ങിലുള്ള ഏക അംഗീകൃത സോഫ്റ്റ്വെയർ പഠന കേന്ദ്രമാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതായത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ PSC അംഗീകൃതവും ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ അവർക്ക് ജോലി സാധ്യതകൾ കൂടുതലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരുപാട് ഇയർ ഗ്യാപ്പ് ഒക്കെ വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും? ഇല്ല, പ്രായപരിധിയൊന്നുമില്ല. ഇപ്പോൾ വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ അവരുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വന്ന് പഠിക്കാനും അവർക്ക് ഫീസ് ഇളവ്, കുട്ടികൾക്ക് 20% മുതൽ 50% വരെ നമ്മൾ ഫീസ് ഇളവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അനുയോജ്യമായ ടൈമിലുള്ള ക്ലാസ് ടൈമിംഗ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെയൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് ക്ലാസ് വരിക? നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ മോർണിംഗ് 9 o'clock ടു ഈവനിങ് 5 o'clock വരെയാണ്. പിന്നെ നമുക്ക് ഹോളിഡേ ബാച്ചസ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ബാച്ചസ് ഉണ്ട്. പിന്നെ അവർക്ക് എങ്ങനെയാണോ ക്ലാസ്സിന് വരാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ആ രീതിക്ക് നമ്മൾ ക്ലാസ് ടൈമിംഗ് കൊടുക്കുന്നുണ്ട്. ആയിട്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, പിന്നെ എത്രയും പെട്ടെന്നൊരു ജോലി വേണം എന്നതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന് പറയുന്ന സെൻറ്ററിനെ പറ്റി ഞാൻ കേട്ടു. ഇവിടെ വന്ന് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് PGDCAയും ഡേറ്റ എൻട്രിയും ഞാൻ ചൂസ് ചെയ്തു. 1 ഇയർ കോഴ്സിലൂടെ എൻ്റെ അധ്യാപകർ എനിക്ക് തന്ന സപ്പോർട്ടും ക്ലാസ്സും എന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. എക്സാം പാസ്സായി ഏതാണ്ട് ഒരു 2-3 ആഴ്ചക്കകത്തേന് എനിക്ക് ജോലിക്കും കയറാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പാസ് ഔട്ടായി. എന്താണ് പേരെന്താണ്? അനന്തു ഏത് കോഴ്സാണ് ഇവിടെ ചെയ്തത്? ഞാൻ ഇവിടെ ചെയ്തത് DCA വിത്ത് ഡാറ്റ എൻട്രി. എത്ര മന്ത്സ് ആയിട്ടുള്ള കോഴ്സായിരുന്നു അത്? 6 months. 6 months. അപ്പോൾ +2 കഴിഞ്ഞിട്ടോ 10th കഴിഞ്ഞിട്ടോ? ഞാൻ +2 കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊപ്പമാണ് ഈ ഒരു കോഴ്സ്. എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം? സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഒന്നാമത് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മാത്രമല്ല ഞാൻ +2 കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം കിട്ടാനായിട്ടാണ്.
നമ്മളിവിടെ മെയിൻലി എടുക്കുന്ന കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PGDCA, DCA, ഡേറ്റ എൻട്രി, വെബ് ഡിസൈനിങ്, അതായത് സോഫ്റ്റ്വെയർ കണ്ടന്റിൽ വരുന്ന മെയിൻ കോഴ്സസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പൈത്തൺ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഗവൺമെൻറ് ഓരോ വർഷം തോറും നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് എല്ലാമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ PGDCA കോഴ്സിന് ഒരു സ്ഥലത്തും ഇല്ലാത്തതാണ് പൈത്തൺ എന്ന് പറയുന്ന ഒരു കോഴ്സ്. അത് നമ്മുടെ ഇവിടുത്തെ PGDCAക്ക് പൈത്തൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അടുത്തത് SAP എന്ന് പറഞ്ഞാൽ S/4HANA എന്നും പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ സിലബസാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതും ഗവൺമെൻറ് ഫീസോടുകൂടി. അതാണ് വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫീസോടുകൂടി 20 മുതൽ 50% വരെ എല്ലായിടത്തേക്കാളും ഇവിടെ ഫീസ് ഇളവുണ്ട്. വെറുതെ അല്ല, പഠിച്ച കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ കിട്ടുന്നതാണ് 20 മുതൽ 50% വരെ ഫീസ് ഇളവ്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആരെങ്കിലും, ഇത് കേൾക്കുന്നവർ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ഗവൺമെൻറ് വെബ്സൈറ്റായ www.keralastaterotronics.com എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. ഇതിൽ കയറി ഫീ കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഫീ കാർഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെ പറയുന്ന അതേ ഫീസും ആ ഫീസും സെയിം ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് ഒരു രൂപ പോലും ആരെയൊന്നും അധികമായി ഈടാക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ വകയായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് തരാൻ പറ്റും, കൂട്ടി മേടിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ സെൻറ്ററിൻ്റെ മെയിൻ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പാലസ് റോഡിലെ മോഡേൺ ബേക്കറിയുടെ ബിൽഡിങ്ങിലാണ്. സോ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസ് വരുന്നത്.